വിശുദ്ധ ഖുർആൻ ഒരേ സമയം മനുഷ്യൻ്റെ ചിന്തയോടും ബുദ്ധിയോടും സംവദിക്കുന്നത് പോലെ മനുഷ്യൻ്റെ കൽബിനോട് കൂടി സംസാരിക്കുന്നതാണ്. കൽബ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയം, മനസ്സെന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ഒരു കേന്ദ്രമാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ബുദ്ധിയോട് സംസാരിക്കുക മാത്രമല്ല, നമ്മളുടെ വികാരങ്ങളോട് കൂടി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ അസ്വസ്ഥതകൾ, ബേജാറുകൾ, ദുഃഖം, സങ്കടം, വേദന, നഷ്ടം, നിരാശ, ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകും. ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന മനുഷ്യനോട് അള്ളാഹു ഇങ്ങനെ സംസാരിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ ഷിഫയാണെന്ന് പറയുന്നുണ്ട്. അത് ഷിഫയായിട്ട് കൂടിയാണ് ഖുർആൻ നിങ്ങൾക്ക് ഇറക്കിയതെന്നാണ്. മനുഷ്യൻ്റെ അസ്വസ്ഥതകൾക്കും വേദനകൾക്കുമുള്ള ഷിഫ വിശുദ്ധ ഖുർആനിലുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മനുഷ്യന് അവനിഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളിൽ ചെന്നുപെടാറുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കും. സാധാരണ അങ്ങനെ സംഭവിക്കുമ്പോൾ മനുഷ്യന് ബേജാറായി പോകും, അസ്വസ്ഥനായി പോകും, ചിലരൊക്കെ ഡൗണായി പോകും. അവിടെ അള്ളാഹു അവനോട് സംസാരിക്കുകയാണ്, അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിന്ന് വരാം, പക്ഷേ അപ്പോൾ നിങ്ങൾ വല്ലാണ്ട് ബേജാറായി പോകരുത്. കാരണം എന്താ, നിങ്ങൾ വിചാരിക്കുന്നത് അത് ഭയങ്കര ദോഷമാണെന്നാണ്, പക്ഷേ അള്ളാഹ് അതിലെന്തോ ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ആ ഖൈറിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ വന്നിട്ടുള്ള അസ്വസ്ഥതകളെ മായ്ച്ചു കളയാൻ അതിന് കഴിയും. അതുപോലെ തിരിച്ചും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ചില നന്മകളുണ്ടാകും. ആ നന്മ കിട്ടാൻ വേണ്ടി ഒരുപാട് നമ്മൾ അധ്വാനിക്കും, ഒരുപാട് പരിശ്രമിക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കും, പക്ഷെ അത് കിട്ടാതെ പോകും. അത് കിട്ടാതെ പോകുമ്പോൾ ആളുകൾ അസ്വസ്ഥരാകും, നിരാശരാകും. അവിടെ അല്ലാഹ് നമ്മളോട് പറയാണ്, വ അസാ അൻ തുഹിബ്ബു ഷൈഅൻ ഹുവ ശർറുൽ ലക്കും. നമ്മൾ വിചാരിക്കുകയാണ് അതെനിക്ക് നന്മയാണെന്ന്, പക്ഷേ അള്ളാഹ്ക്കാണല്ലോ ഏറ്റവും നന്നായിട്ട് അറിയാം. അള്ളാഹ്ക്കറിയാം അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാൽ അതിലെന്തോ ഒരു ഷെറുണ്ട്, അതുകൊണ്ട് പടച്ചോൻ അത് തരാതിരുന്നതാണ്. ഇങ്ങനെ ആലോചിക്കാൻ കഴിയുമ്പോൾ മനസ്സിലൊരു ശാന്തതയുണ്ടാകും, ഒരു സമാധാനം ഉണ്ടാകും. അവിടെയാണ് ഖുർആൻ നമുക്ക് ഷിഫയായി മാറുന്നത്.